ഹലോ എവ്രിവൺ. കുട്ടികൾക്കിപ്പോൾ 1 വീക്കായിട്ട് സമ്മർ ബ്രേക്ക് തുടങ്ങിട്ടോ. ഇനിയിപ്പോൾ ഒരു സെപ്റ്റംബർ 9 വരെ ഇവർക്ക് സ്കൂളില്ല. ഇത്തവണ ഞാൻ അവർ സമ്മർ ക്യാമ്പിനും വിടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഡിന്നറിന് പോകാമെന്ന്. അപ്പം നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ശിഖ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷിഖയുടെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഫ്രൈഡേ ഈവനിങ് ഒന്ന് കൂടിയാലോ, എവിടെയെങ്കിലും ഒരു ഡിന്നറൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. അപ്പോൾ അങ്ങനെ കൂടാമെന്ന് പ്ലാൻ ഇട്ടു. പിന്നെ അപ്പോൾ ഷിഖയ്ക്ക് കുറച്ച് സമ്മർ ക്ലോത്ത്സ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗ്ലോറിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. എൻഡ് ഓഫ് സീസൺ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാരണം ഇവിടെ അത്യാവശ്യം ഓഫറുകളൊക്കെ ഉണ്ട്. ലെഫ്റ്റീസ് വലിയ എക്സ്പെൻസീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് എടുക്കാറ്. കുറച്ച് കാലങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം മസ്റ്റ് വിസിറ്റഡ് പ്ലേസസ് ഇൻ ബാഴ്സലോണയിൽ കാണുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാനത് ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല. ഷിഗയോട് ചോദിച്ചപ്പോൾ ഷിഗയും കണ്ടിട്ടില്ല. എന്നാൽ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ബാഴ്സലോണയിൽ ഗോത്തിക് ക്വാർട്ടറിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. എൽ മോന്നേസ് എൻ കാദ ബസാദ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു കാത്തലൻ വേർഡാണ്. ഓരോ ചുംബനത്തിലും ലോകം ജനിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജോവാൻ ഫോൺ കുബെർത്ത എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറും ആന്തോണി കുമേയ എന്ന് പറയുന്ന ഒരു സെറാമിസ്റ്റും കൂടിയിട്ട് 2014 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ഫോട്ടോ മൊസൈക്കാണ് കേട്ടോ. 4000 സെറാമിക് ടൈൽസ് ആണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എൽ പെരിയോദിക്കോ ദെ കത്തലൂണിയ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ റാൻഡമായിട്ട് അയച്ചു കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ മൊസൈക്ക് അവരുണ്ടാക്കിയിരിക്കുന്നത്. 300 വർഷങ്ങൾക്ക് മുമ്പ് ദ വാർ ഓഫ് സ്പാനിഷ് സക്സഷനിൽ കത്തലങ്കാരെ ഡിഫീറ്റ് ചെയ്തതിൻ്റെ ദിവസമാണ് കത്തലൂണിയ ഡേ എന്ന് പറഞ്ഞ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അന്നേ ദിവസത്തെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഫോട്ടോ കോമ്പോസിഷൻ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ലിവിങ് ഫ്രീ എന്നുള്ള തീമോട് കൂടിയിട്ട് 50 റോയിൽ 80 ടൈൽസ് വെച്ച് അങ്ങനെ 4000 സെറാമിക് ടൈൽസ് യൂസ് ചെയ്തിട്ട് ഒരു കിസ്സിങ് ലിപ്സ് ആയിട്ട് ഫോം ചെയ്യുന്ന രീതിയിലാണ് ഫോട്ടോഗ്രാഫർ മനസ്സിൽ കണ്ടതും അതുപോലെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തതും. ആയിരക്കണക്കിന് സിറ്റിസൺസ് മൊമെൻ്റ് ഓഫ് ഫ്രീഡം എന്ന് അവർ ഉദ്ദേശിക്കുന്ന അവരുടെ പേഴ്സണൽ ഇമേജസ് ആണ് ഈ ന്യൂസ് പേപ്പറിന് അയച്ചു കൊടുത്തതും ഈ ഫോട്ടോ മൊസൈക്കിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നതും. പ്രൈവറ്റ് ഹൗസിൻ്റെ ഒരു വാളിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ആദ്യം ഇത് ഒരു ടെമ്പററി ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തതെങ്കിലും പിന്നീട് ബാഴ്സലോണ സിറ്റി കൗൺസിൽ പെർമനൻ്റ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ എന്നുള്ളത് ഡിസിഷൻ എടുത്തു. ബാഴ്സലോണയിൽ വരുന്ന ഒരുവിധം ടൂറിസ്റ്റുകളൊക്കെ മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലൊക്കേഷൻ കാത്തഡ്രലിന് അടുത്തായതുകൊണ്ട് തന്നെ ഇത് മിസ് ചെയ്യേണ്ട ആവശ്യവും നമുക്കില്ല കേട്ടോ. കുറച്ച് നേരം ഇത് കണ്ടുകൊണ്ട് നിന്ന് പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടന്ന് ഞങ്ങളിപ്പോൾ കാത്തഡ്രലിന് മുന്നിലെത്തി കേട്ടോ. ഫ്രൈഡേ ഈവനിങ്ങിൻ്റെ തിരക്കുകൾ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 7:30 മണിയായി. ഇവിടെ സമ്മർ ആയതുകൊണ്ട് 9-9:30 ആവും ഇവിടെ ഇരുട്ട് വീഴുമ്പോൾ തന്നെ. കാത്തഡ്രലിൻ്റെ മുന്നിൽ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ ആൻറ്റീക് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. കാത്തഡ്രലിന് അവിടുന്ന് ഞങ്ങൾ ഏതൊക്കെയോ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടക്കുകയാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ഒരു സ്കൾപ്ചർ കണ്ടു. കാർമല എന്നാണ് ആ സ്കൾപ്ചറിൻ്റെ പേര്. അത് ഒരു ടീനേജറിൽ നിന്ന് അഡൾട്ട് വുമൺ ആവുന്നതിൻ്റെ ഒരു ട്രാൻസിഷനെയാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായിട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഡ്രിങ്ക്സ് ആയിട്ട് ഞങ്ങൾ 2 കാബ ഓർഡർ ചെയ്തു. കഴിക്കാൻ ഞങ്ങൾ താപ്പാസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് ഈ പ്രോൺസും പിന്നെ ഒരു ചിക്കൻ്റെ ഡിഷും പിന്നെ പത്തത്ത ബ്രാവയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. തുടക്കത്തിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പം ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്പാനിഷ് ക്യൂസീൻസൊക്കെ. പിന്നെയും കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഞാൻ മുന്നത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ബാഴ്സലോണയിൽ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കുറച്ച് നേരം കൂടി നടന്നിട്ടൊക്കെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത്.